ഇത് ഫാസിറ്റിൻ്റെ ലോകപ്രസിദ്ധമായിട്ടുള്ള മെക്കാനിക്കൽ കാൽക്കുലേറ്ററാണ്. സംഭവം കുറച്ച് വർഷമായി ഉപയോഗിക്കാൻ പറ്റാത്ത സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. നോക്കിക്കേ, ലിവറും മറ്റുമൊക്കെ ദേ കണ്ടോ, പ്രവർത്തനരഹിതമാണ്, വർക്കാകത്തില്ല. അപ്പോൾ ഈ കാൽക്കുലേറ്റർ ഒന്ന് തുറന്ന് നന്നാക്കുക എന്നതാണ് എൻ്റെ മിഷൻ. അപ്പോൾ ഇത് തുറക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ക്ഷമ വേണം, കുറച്ച് സാധനങ്ങൾ ടൂൾസും മറ്റുമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇത് തുറക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം പാർട്ട് കണ്ടില്ലേ, ഇതിലെ 4 മൂലയിലുള്ള സ്ക്രൂ ഊരിയിട്ടാണ്. ഈ സ്ക്രൂ അല്ല കേട്ടോ, ഇതാ ഈ സ്ക്രൂ 4 എണ്ണം ഇത് ഊരിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുമാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. എൻ്റെ വർക്ക് റൂമിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പഴയ സ്കൂട്ടർ മൂടുന്ന കവറാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അഥവാ ഗ്രീസോ മറ്റോ ഒക്കെ വീണാലും ടേബിൾ അഴുക്കാകരുതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ചെയ്തിരിക്കുകയാണ്. ലോകപ്രസിദ്ധമാണ് ഈ സാധനം കേട്ടോ. ആൾ നോക്കിക്കോളൂ, മെക്കാനിക്കൽ കാൽക്കുലേറ്ററാണ്. 10 കീ ഉണ്ട് ഇതിന്. മിക്കയിലെ അക്ഷരങ്ങളൊക്കെ മാഞ്ഞു പോയി കേട്ടോ, കാലപ്പഴക്കം കൊണ്ട്. ഓക്കെ, ഇത് 1 2 3 4 5 6 7 8 9, ഇവിടെ 0, അങ്ങനെയാണ് 10 കീ. ഓക്കെ, ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ ഇത്രയും നമ്മുടെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ടൂൾസും എടുത്തു വച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു ഡബിൾ സൈഡഡ് സ്ക്രൂ ഡ്രൈവർ, അതായത് പ്ലസ്സും ഉണ്ട് ഇതിൽ മൈനസും ഉണ്ട്. പിന്നെ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ഭാഗങ്ങൾ, ഇതിനകത്ത് ചെറിയ പാർട്സ് ഉണ്ട്. ഇതിൽ എന്തെങ്കിലും സ്റ്റക്കപ്പായിട്ടിരിക്കുന്ന അഴുക്കുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊന്ന് അലിയിച്ച് കളയാൻ വേണ്ടി. പിന്നെ ഇത് WD-40, നമ്മൾ സ്ക്രൂ തുറക്കുന്നതിന് മുമ്പേ സ്ക്രൂവിലേക്കൊന്ന് സ്പ്രേ ചെയ്തിട്ടാണ് ഇതിൻ്റെ അടിയിലെ സ്ക്രൂകൾ അഴിക്കുന്നത്. ഇനി ഡിസ്പോ വാൻ്റെ ഒരു 2 ml സിറിഞ്ചാണ് കേട്ടോ. ഇത് ആ ചെറിയ ഉള്ളിലുള്ള ഇൻറ്റേർണൽ പാർട്സിലൊക്കെ നമുക്ക് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്സാണ്. അപ്പോൾ അതിലേക്ക് ഇനി ഇത് ഒരു എയർ പില്ലോയിൽ നമുക്ക് കാറ്റടിക്കാനുള്ള പമ്പാണ് കേട്ടോ. നമ്മുടെ മെഷീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ കാറ്റിൻ്റെ സ്പ്രേ ഉപയോഗിച്ച് നമുക്ക് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇളക്കി കളയാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാത്ത ആൾക്കാർ ഒരു ചെറിയ പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചാലും മതിയാവും.